എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറി തയ്യാറാക്കിയാലോ. ഇനി ആദ്യമായിട്ട് മീൻകറി തയ്യാറാക്കുന്നവർക്ക് പോലും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു മീൻകറിയുടെ റെസിപ്പിയാണേ. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയോളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല കുറുകിയ ചാറോടുകൂടിയുള്ള ഒരു മീൻകറി തന്നെയാണ്. എന്നാൽ ഈ മീൻകറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഈ ഒരു മീൻകറിക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 8 അയില കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. അയിലമീനാണ് കറി വയ്ക്കുന്നത്. കഴുകി വൃത്തിയാക്കിയ ശേഷം ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഞാനൊരു ഉരുളി വെച്ച് കൊടുത്തു. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മാത്രം ഉലുവ ചേർത്ത് കൊടുത്താൽ മതി. വളരെ കുറച്ച് മീൻ മാത്രമേ ഉള്ളതുകൊണ്ടാണ് ഉലുവ 1/4 ടീസ്പൂൺ മാത്രം മതിയെന്ന് പറഞ്ഞത്. ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ ശേഷം ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 8 അല്ലി വെളുത്തുള്ളി ഞാൻ അരിഞ്ഞിട്ടുണ്ട്. അതും കൂടെ രണ്ടും ചെറുതായി തന്നെയാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2 പച്ചമുളകും 4 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ഞാൻ പറഞ്ഞു നന്നായിട്ട് ചെറുതായി അരിഞ്ഞെടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാവേ. ഇഞ്ചി വെളുത്തുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ സവാള അരിഞ്ഞതും 10 കൊച്ചുള്ളി അരിഞ്ഞതും കൂടെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഈ ഒരു സവാളയിലേക്കൊക്കെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിനി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സവാള ഇതിൻ്റെയൊക്കെ കളറ് നന്നായിട്ട് കൊച്ചുള്ളിയുടെ ഒക്കെ കളറ് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. അത് കഴിഞ്ഞ ശേഷം നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ഇനിയും ചേർത്ത് കൊടുക്കേണ്ടത് 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. എരിവ് ഒരുപാട് വേണ്ടാന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഉപയോഗിച്ചാൽ മതി. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പറഞ്ഞാൽ വലിയ എരിവില്ല, എങ്കിലും അത്യാവശ്യം എരിവുള്ള മുളക് പൊടി തന്നെയാണ്. മുളക് പൊടി ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. മുളക് പൊടിയൊക്കെ ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായി തന്നെ അരിഞ്ഞെടുത്തതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനിയും തക്കാളിയുടെ സൈസ് വലിയ സൈസാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് നോക്കിയിട്ട് മാത്രമേ പുളി നോക്കിയിട്ട് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. തക്കാളി ഇട്ടൊന്ന് വഴറ്റിയ ശേഷം ഒരു തക്കാളി അരച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ. ഞാൻ പറഞ്ഞു ഞാൻ ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് ഒരു മുഴുവനായിട്ട് 2 എണ്ണം എടുത്തിരിക്കുന്നത്. ഇനി വലിയ സൈസ് തക്കാളി ആണെങ്കിൽ പകുതി അരിഞ്ഞു കൊടുത്ത് പകുതി അരച്ചെടുത്താൽ മാത്രം മതി. ഇനി അരച്ചെടുത്തതും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്കിനി വഴച്ചെടുക്കാം. തക്കാളി ഈ മസാലക്കൂട്ടിൽ നന്നായിട്ട് യോജിച്ച്, ഞാൻ പറഞ്ഞില്ലേ തക്കാളി അലിഞ്ഞ് പോകുന്ന രീതിയിൽ ആക്കിയെടുക്കുക. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ പാകം എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എണ്ണ തെളിഞ്ഞു വരുന്നൊരു സമയമുണ്ട്. അതായത് നമ്മൾ ഇട്ട് കൊടുത്ത സവാള തക്കാളി എല്ലാം വഴന്ന് വന്നു കഴിഞ്ഞ ശേഷം എണ്ണ തെളിഞ്ഞു വരുന്ന ഒരു സമയമുണ്ട്. അന്നേരമാണ് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നത്. ഞാനൊരു ചെറിയ സൈസ് വാളൻപുളി കുറച്ച് വെള്ളത്തിൽ മാത്രം കുതിർത്ത് വെച്ച് ആ വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു പുളി നമ്മുടെ ആവശ്യത്തിന് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. ഒരുപാട് പുളി ആയിക്കഴിഞ്ഞാലും ആ മീനിൻ്റെ ടേസ്റ്റ് അങ്ങ് പോകും. അന്നേരം പുളി ശ്രദ്ധിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. തക്കാളി ഇട്ട് കൊടുത്ത ശേഷം ഒരു ചെറിയ കഷ്ണം വാളൻപുളി എടുക്കാവൂ. അത് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് ആ നീര് വേണം ഒഴിച്ചു കൊടുക്കാൻ. വാളൻപുളി വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. സാധാരണ നമ്മൾ മീൻകറി തയ്യാറാക്കുമ്പോൾ കുടംപുളിയാണ് ചേർക്കുന്നത്. ഇത് വാളൻപുളിയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലതായി യോജിപ്പിച്ച ശേഷം വീണ്ടും എണ്ണ തെളിഞ്ഞു വരുന്നിടം വരെ ഒന്നുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ തെളിഞ്ഞു വന്ന ശേഷം 1/4 കപ്പ് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്. ഇപ്പം നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്.
തിളച്ച് തുടങ്ങുന്ന സമയത്ത് വേണം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. മീനെല്ലാം ചേർത്ത് കൊടുത്തു കഴിഞ്ഞ ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ഒരു 7 മുതൽ 8 മിനിറ്റ് മാത്രം മതി മീൻ വെന്ത് കിട്ടാൻ. പിന്നെ അതിനകത്ത് കുറച്ചുകൂടെ ചാറ് കുറുകണമെങ്കിൽ അതൊന്ന് ആ അടപ്പ് മാറ്റിയ ശേഷം നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. എന്നിട്ട് ചാറൊന്ന് കുറുക്കിയെടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറി തന്നെയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഈ ഒരു രീതിയിൽ. തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ മാത്രം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് തീ ഓഫ് ചെയ്യാം. ഇതുവരെ മീൻകറി തയ്യാറാക്കിയിട്ടില്ലാത്തവർക്ക് പോലും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മീൻകറി തന്നെയാണ്. ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.